വെൽക്കം ടു ദ ജയ്പൂർ റോളക്സ് കായോസ്. ഇതൊരു പുതിയ വള്ളി കേട്ടോ. ഞാൻ വഴി കൂടെ പോയപ്പോൾ ഈ പുള്ളി എന്നെ പിടിച്ച് വണ്ടി കയറ്റി ജയ്പൂർ ഫുള്ള് ചുറ്റിച്ച് കാണിക്കാന്ന് പറഞ്ഞിട്ട്. മെയിൻ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ മൂപ്പര് സ്വയം പുള്ളിയെ വിളിക്കുന്ന റോളക്സ് എന്ന്. അങ്ങനെ നേരെ അങ്ങോട്ട് വീട്ടിലേക്ക് ഞാൻ വഴിയിൽ നിന്ന് ഈ ചേട്ടനെ പരിചയപ്പെട്ടു. ഓട്ടോക്കാരൻ ചേട്ടൻ മൂപ്പരാണെങ്കിൽ പുള്ളി എന്നെ അങ്ങ് വീട്ടിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ബൈക്കിൽ പുള്ളി ജയ്പൂർ ചുറ്റിക്കാന്ന് പറഞ്ഞു. അതാണ് മൂപ്പറുടെ വീട്. മൂപ്പറുടെ അനിയൻ പുള്ളിക്ക് സ്വന്തമായിട്ട് മില്ലൊക്കെ ഉണ്ട്. വേറെ കുറേ ഫുട്ടേജൊക്കെ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്തൊന്നും ഫോണിൽ ചാർജ് ആയിരുന്നു. ഇവിടെ ചാർജ് ചെയ്യാൻ ശേഷമാണ് ഇനിയിപ്പോൾ നമുക്ക് കറക്കാൻ പോകാം. പുള്ളി സ്വന്തം ബൈക്കിൽ എന്നെ കറക്കാൻ കൊണ്ടുപോകാം. വീടിന്റെ അടുത്ത് ആക്രിയുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു. അതെടുത്തോണ്ട് വന്ന് നമ്മുടെ ബൈക്കിൽ ഫിറ്റ് ചെയ്തിട്ട് പാട്ടൊക്കെ ആയിട്ട് ഫുൾ ഓണായിട്ടാണ് പോകുന്നത്. ചെറിയ തോറ്റൊരു പ്രാന്തനാണെന്ന് തോന്നുന്നു കേട്ടോ. എന്താ അവസ്ഥ എന്നറിയില്ല. ഞാൻ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പറുടെ കൂടെ എപ്പോൾ വേണം എന്ത് വേണം സംഭവിക്കാം. ഇതിപ്പോൾ ജയ്പൂർ റൂറൽ ഏരിയ കേട്ടോ. നമ്മുടെ സിറ്റി സെന്ററിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരെയാണ് മൂപ്പറുടെ വീട്. ആള് ഭയങ്കര എക്സെട്രിക് ആട്ടോ. ചിരിയൊക്കെ കണ്ടില്ലേ, ഹഹ എന്ന് പറഞ്ഞ അട്ടഹാസം തന്നെ. ഇത് മൂപ്പറുടെ ചേട്ടൻ്റെ കട കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ണട നോക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഗ്ലാസ് വേണം പുള്ളിക്ക്. ഡ്രൈവ് ചെയ്യുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളി കൂളിംഗ് ഗ്ലാസ് നോക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു എന്തൊക്കെ എൻ്റെ ആവശ്യമെന്ന് പറയാം. അപ്പോൾ പുള്ളി പറയാം എനിക്ക് ആവശ്യമുണ്ടോ, എൻ്റെ കുറേ കാശുണ്ടെന്ന് പറഞ്ഞു പുള്ളി ഇത് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്നത് പുള്ളിക്ക് വേണ്ട, നോക്കാനും പുള്ളി ആളെ സെലക്ട് ചെയ്യുന്നത്. ഈ കാണുന്നൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താ ചെയ്യേണ്ടത് എനിക്ക് പിടിയില്ല. പുള്ളിയുടെ റിക്ഷ സ്റ്റാൻഡ് കാണിക്കാൻ വേണ്ടി വന്നോ. അപ്പൊ ഇവിടെ കുറച്ച് പേര് ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഇതാണ് രമേശ് ചേട്ടൻ. कैसे हो भैया? बढ़िया है. आप भी रिक्शा चलाते हो क्या? कौन सा ये वाला है क्या? पूनम मोटर्स है क्या? वो आपका है. ठीक है ठीक है. ഈ പുള്ളി വേറെ ആയിട്ട് വള്ളി പിടിക്കുന്നുണ്ട്. അടിയാണോ അടിയാണോ പുള്ളി അടി മേടിച്ച് കൂട്ടാൻ പോകാൻ. പുള്ളി ഓട്ടോ സ്റ്റാൻഡിൽ എന്തോ വള്ളി പിടിക്കാൻ നോക്കിയിട്ട് അവസാനം അവിടെ നിന്ന് സോൾവ് ആയി. നമ്മൾ അടുത്ത റൂട്ടിലേക്ക് ആംബർ ഫോർട്ടിലേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ. മൂപ്പറുടെ ബൈക്ക് അങ്ങനെ എടുക്കാറില്ല. അത് കുറേ നാളായിട്ട് കട്ടപ്പുറത്തിന് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോഴാണ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ മൂപ്പര് മൊത്തത്തിൽ റാഷ് ഡ്രൈവിംഗ് കേട്ടോ. നമ്മൾ പിന്നെ ഇങ്ങനെ സഹിച്ചും കുത്തിയൊക്കെ നിൽക്കുന്നു. ആംബർ ഫോർട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട്, അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ പുള്ളി എന്നെ ഈ കവാടത്തിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയി. എങ്ങോട്ടാണ് പോകുന്നതിന് ഒരു പിടിയില്ല കേട്ടോ. എന്നാലും ഞാനിങ്ങനെ ഇരിക്കുക. നമുക്ക് നോക്കാം പുള്ളി എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കണ്ടിട്ട് ഈ ഒരു കയറ്റം കയറാൻ പോവുകയാണ്. ഒരു പ്രത്യേകതരം ക്യാരക്ടറായിട്ടോ ആള്. ആളുടെ പേര് പോലും എനിക്കറിയത്തില്ല. ആകെ അറിയാവുന്നൊരു ഷോർട്ട് ഫോം RJ. എൻ്റെ ഒരു നിഗമനത്തിൽ RJ എന്ന് വെച്ചാൽ റോളക്സ് ജൂനിയർ എന്നായിരിക്കും. പുള്ളിക്ക് വേറെ ഒരു പേര് കാണുമായിരിക്കും, പക്ക രാജസ്ഥാൻ്റെ ഇതും നമ്മുടെ നമ്പർ പ്ലേറ്റും RJ എന്നാണല്ലോ. പുള്ളി സ്വയം RJ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ റോളക്സും. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ഈ ചുരം കയറി മുകളിൽ കേട്ടോ. ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ജയ്പൂർ പട്ടണം മൊത്തം കാണാം. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ കാണാമോ? മൂപ്പരാണ് എന്നെക്കാട്ടും കൂടുതൽ എക്സൈറ്റഡ് തോന്നുന്നു കേട്ടോ. ജയ്പൂർ പട്ടണം മൊത്തത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ കാണാൻ വേണ്ടി. പുള്ളി ഫുൾ ഓൺ മൂഡ്. പാട്ടൊക്കെ നല്ല ഒച്ചത്തി പാടി വൈബ് ചെയ്തിട്ട് വണ്ടി വെച്ച് പോകുന്നു. പുള്ളിക്ക് എന്താ ഒരു സന്തോഷം. ചോദിച്ചാൽ പറഞ്ഞ പുള്ളിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഞാൻ വന്നപ്പോൾ ഒരു ഫ്രണ്ടിനെ കിട്ടി. ആ സന്തോഷത്തിൽ പുള്ളി ഇങ്ങനെ എൻജോയ് ചെയ്യാന്ന് പറയുന്നത്. ഇത് ഓടിച്ചിട്ട് എത്തുന്നില്ലല്ലോ എന്നാണ് എൻ്റെ സംശയം. കുറേ നേരം ഞങ്ങൾ ഓടിക്കുന്നു. ഇങ്ങനെ ഹെയർപ്പിനെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, ചുരം കയറിക്കൊണ്ടിരിക്കുക. സ്റ്റിൽ നമ്മൾ മേളിലെത്തുന്നില്ല. പക്ഷെ വ്യൂ മേളിൽ കയറുന്നവരും ഇങ്ങനെ അടിപൊളിയായിക്കൊണ്ടിരിക്കുവാണ്. നഹർഗഡ് ഫോർട്ടിൽ എന്തായാലും പോകണമെന്ന് ശ്രീഹരി എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഞാൻ മൂപ്പരോട് ചോദിച്ചത്. പുള്ളി പറഞ്ഞു പോവാം, നീ സമാധാനപ്പെട്ട എല്ലാം ഞാൻ കൊണ്ട് കാണിക്കാമെന്നാണ് പുള്ളി പറയുന്നത്. നഹർഗഡ് ഫോർട്ടിൽ ഇതുപോലെ നമ്മൾ ടോപ്പിൽ ഇങ്ങനെ വ്യൂ കാണുന്ന രീതിയിൽ തന്നെയാണ്. എൻ്റെ ഐഫോൺ ഇരിക്കുന്നുണ്ട്. പുള്ളിക്ക് ഒരു ആഗ്രഹം, പുള്ളിക്ക് കുറച്ച് എസ്തറ്റിക് ഫോട്ടോസൊക്കെ എടുത്ത് തരണം. അതുപോലെ പുള്ളിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കൊടുക്കണം. പുള്ളിക്ക് ബ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് ജയ്പൂർ ടൂറിസം ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ശരി, എടുത്തു കൊടുക്കാം. അങ്ങനെ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. ഈ കാണുന്നതാണ് വ്യൂ. നമുക്ക് ജയ്പൂർ സിറ്റി മൊത്തം ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് ലോക്കൽ ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പരിചയപ്പെടാൻ പോവാണ്. RJ തന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഫ്രണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ചു നേരം അവരോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ചാർജർ പോയ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് വൈബ് ചെയ്തിട്ട് നമ്മൾ നേരെ താഴോട്ട് പോവാണ്.
അങ്ങനെ അവിടെ ടോപ്പിൽ നിന്ന് ജയ്പൂരിൻ്റെ സിറ്റി വ്യൂ മൊത്തം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ആംബർ ഫോർട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്റർ ഉണ്ട് നമുക്ക് അമർനാണ് ശരിക്കും പറയുന്നത്, അമർ ഫോർട്ട്. അതിന് പറഞ്ഞ് ആംബർ ഫോർട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ അമർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ ഫോർട്ടിനടുത്ത് ഒരു ബാഡ് സിറ്റുവേഷൻ ഉണ്ടായത്, നമ്മുടെ അണ്ണൻ ഇങ്ങനെ റാഷ് ഡ്രൈവ് ചെയ്തതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ ഇങ്ങനെ ഒരു ചെറുക്ക് അടിച്ചിട്ട് ഞാനങ്ങ് ഏറിപ്പോയി. എനിക്കങ്ങനെ ഭയങ്കര ദേഷ്യം വന്നു. ഞാനാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞാൻ അങ്ങേരോട് പറഞ്ഞു എൻ്റെ സേവനത്തിന് പെരുത്താന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് ഇറങ്ങി നടന്നു. പിന്നീടാട്ടോ റിയൽ വള്ളി ഉണ്ടായത്. പുള്ളി എൻ്റെ അടുത്ത് സോറി ഒക്കെ പറഞ്ഞു കേട്ടോ, ഇനി ഇങ്ങനെയൊന്നും ചെയ്യൂല, എന്നെ സ്വന്തം ബ്രദറായിട്ട് എന്നെ കാണണം, ഞാൻ ഇനി ഒരിക്കലും വണ്ടിയൊക്കെ സൂക്ഷിച്ച് ഓടിച്ചോളാം, കയറി ഞാൻ ഫുള്ള് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് സോറി പറഞ്ഞ് എന്നെ തിരിച്ചു കയറ്റി കേട്ടോ. അങ്ങനെ തിരിച്ചു കയറ്റി നമ്മൾ ഈ ആംബർ ഫോർട്ടിൻ്റെ പാർക്കിങ്ങിന് അവിടെ കൊണ്ട് വണ്ടി വെച്ചു. പാർക്കിങ്ങിന് അവിടെ ആയിട്ട് ഒരുപാട് 2 വീലർ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈക്ക് നമ്മുടെ ആശാൻ ആർജെ ഒരു ഗ്യാപ്പ് നോക്കി അവിടെ കൊണ്ടങ്ങ് പാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വണ്ടി സ്റ്റാൻഡ് ഒടിഞ്ഞിട്ട് മറിഞ്ഞ് വേറൊരു വണ്ടിയുടെ അവിടെ പോയി വീണു. വേറൊരു ബൈക്കിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് വീണിട്ട് ആ ബൈക്കിൻ്റെ ഫ്രണ്ടിലത്തെ ഹെഡ് ഉണ്ടല്ലോ, ഹെഡ് മൊത്തം അങ്ങ് പൊട്ടിപ്പോയി. മൊത്തം പ്രശ്നമായി. അവന്മാരൊരു 5-6 പേരുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സായിട്ട് ഗ്യാങ്ങായിട്ട് കറങ്ങാൻ വേണ്ടി വന്നേ. അവന്മാർ വന്നങ്ങ് നമ്മളെ വളഞ്ഞ്. നമ്മുടെ അണ്ണൻ അപ്പോഴും ഒരു കുലുക്കമില്ല. അണ്ണൻ അവിടെ കൂളായിട്ട് നിൽക്കുക. അണ്ണൻ പറയുക ചോദിക്കുന്നതിനൊക്കെ ഒരു സ്നേഹത്തോട് ചോദിച്ചു ഞാൻ തരാമെന്ന്. ഇത്രയും വണ്ടി പൊട്ടിച്ചിട്ട് ഇനി സ്നേഹത്തോടെ എന്ത് ചോദിക്കാനാണ്? എന്നിട്ട് പുള്ളി എന്താ ചെയ്യുന്നത് വെച്ചാൽ പുള്ളി അപ്പുറത്തെ കടയിൽ പോയി 10 രൂപയുടെ സൂപ്പറിൽ മേടിച്ചു ഒട്ടിക്കാൻ വേണ്ടി. എനിക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒന്നും ഫോട്ടോ എടുത്തില്ല, കാരണം വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നല്ലോ. എന്നിട്ട് അവരുമായിട്ട് ഉടക്കായി. അവന്മാർ പിടിച്ച് തല്ലിന്നേ ഉള്ളൂ. അപ്പോഴാണ് ഏറ്റവും മെയിൻ ട്വിസ്റ്റ് കേട്ടോ. ഈ പുള്ളി ഇങ്ങനെ ഉണ്ടല്ലോ ആകാശത്തേക്ക് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കണ്ണും അടച്ചിട്ട് ഇങ്ങനെ പറയുക, ഇനി നീ റോളക്സ് ആയിട്ട് മുട്ടാൻ പോവാ, റോളക്സിനെ നോവിച്ചെന്നൊക്കെ. എൻ്റെ കിളി കൊണ്ട് പോയി എന്ത് ചെയ്യണോ അറിയത്തില്ല. ഞാൻ പയ്യെ നൈസായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നൈസായി സ്കൂട്ടാക്കി പോയി. ഞാൻ നേരെ ആംബർ ഫോർട്ടിലേക്ക് കയറി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് പുള്ളി വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, പുള്ളി എങ്ങനെ കഴിച്ചിലായി. എനിക്ക് വയ്യാട്ടോ, ഇങ്ങനെ സൈക്കോനെ എടുത്ത് എങ്ങനെയോ വള്ളി ഞാൻ അവസാനം അവിടുന്ന് സ്കൂട്ടായി. അല്ലാതെ ഇപ്പം എന്നാ ചെയ്യും. അങ്ങനെ വള്ളിയിൽ നിന്ന് കഴിച്ചിലായി. അങ്ങനെ അവസാനം ഓക്കെ ബൈ. അങ്ങനെ നീണ്ട ഒരു കോലാഹലത്തിന് ശേഷം ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. ഒരു പുള്ളിക്കാരനെ കൊണ്ട് വൻ തന്നെയായിരുന്നു. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണ്. ഇനി ഹോസ്റ്റലിൽ വന്നിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അതിന് വേറൊരു വള്ളി പിടിക്കണം. ഞാൻ ചാർജർ കടന്നു പോയിട്ട് ചാർജർ പുതിയ മേടിച്ചിട്ട് അവിടെ പേയ്മെൻറ്റ് 2 വട്ടം പോയി. അപ്പോൾ തിരിച്ച് മേടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ തിരിച്ച് രാവിലെ പോയ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. സമയം 3:30 ഇതുവരെ ഒന്നും കഴിച്ചില്ല. നമ്മളിപ്പോൾ ഓൾറെഡി 3 സ്പോട്ട് കവർ ചെയ്തു. ആംബർ ഫോർട്ട്, പിന്നെ ആംബർ സ്റ്റെപ്പ് ഫോൾ, പിന്നെ ജൽമഹൽ. ഹവാമഹൽ പിന്നെ അടുത്ത് തന്നെയാണ്, നമുക്ക് പോവാം. പിന്നെ നമുക്ക് വേറെ 2 ഫോർട്ട് കവർ ചെയ്യാനുണ്ട്. ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം ആ ഷോപ്പിലോട്ട് പോവാം. പൈസ തിരിച്ചിട്ട് ഒന്ന് നോക്കണമല്ലോ. ഈ കാണുന്നതാണ് ഷോപ്പ് കേട്ടോ. എൻ്റെ പേരെന്താ എഴുതിയിരിക്കുന്നത്, 99 റിദ്ദി സിദ്ദി 99 മൊബൈൽ റിപ്പയറിങ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ആളുടെ ഇല്ലെന്നാണ് പറഞ്ഞത്. പേയ്മെൻറ്റ് വന്നിട്ടില്ലെന്ന് പറഞ്ഞു. പുള്ളി നമ്പറൊക്കെ തന്നിട്ടുണ്ട്. നമുക്കിനി തിരിച്ചു വന്നില്ലേ നമുക്ക് വിളിച്ച് ചോദിക്കാമെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി കൂൾ മെൻഷനാണ് കേട്ടോ, സീനൊന്നുമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരു 24 hours വെയിറ്റ് ചെയ്യാം. വരുന്നുണ്ടല്ലോ നോക്കാമല്ലോ.